ഹലോ ഗൈസ്, അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂന്തൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളി നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി കൊണ്ട് ചേർത്തിട്ട് നമുക്കതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്താൽ കേട്ടോ. ഈ സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയിട്ട് വെള്ളം വറ്റുന്ന നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.